കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. എൻ്റെ താറാവിൻ്റെയും വിശേഷങ്ങളാണ്, മണിത്താറാവിൻ്റെയും പ്ലെയിൻ ഡക്കിൻ്റെ ഒക്കെ വിശേഷങ്ങളുമായിട്ട് ഞാനൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇത് എൻ്റെ താറാവിൻ്റെ കൂടാണ്. താറാവുകൾക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൂടുണ്ടാക്കിയതാണ്. അതിൽ താറാവുണ്ട്, വിഗോവ താറാവുണ്ട്, പ്ലെയിൻ ഡക്ക് ഉണ്ട്, കൂസ് ഉണ്ട്, എല്ലാം കൂടി ഒരു 10-20 ഐറ്റംസ് 20 എല്ലാം കൂടി. താറാവും പ്ലെയിൻ ഡക്കും കൂസും കൂടി 20 ഉണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ ആകുമ്പോൾ കൊടുക്കും. പിന്നെ ഇത് അവർക്ക് കുളിക്കാനുള്ള കുളമാണ്. ഇത് താറാവുകൾക്കുള്ളൊരു ഏരിയയാണ്. അവരെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് വളർത്തുന്ന ഒരു ഏരിയയാണ്. അവരെ രാത്രി ഈ കൂട്ടിലേക്കാക്കും. പകൽ സമയങ്ങളിൽ ഇവിടെ വിട്ടാക്കിയിട്ട് അവർക്ക് കുളിക്കാൻ സൗകര്യവും ഭക്ഷണ സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കും. വെള്ളത്തിന് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ എല്ലാം പിന്നെ അവരെ ഒരു ഏരിയ ആക്കി മാറ്റിയതാണ്. ഇത് താറാവിൻ്റെ കുളമാണ്. ഈ കുളത്തിൽ ദിവസേന വെള്ളം നിറച്ച് കൊടുക്കും. അത് അവർ കുളിക്കും. ഞാൻ ടൈൽസൊക്കെ ഇട്ട് ഒരു കുളം ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു കുളം ഉണ്ടാക്കിയിട്ട് അവരതിൽ ഇറങ്ങി കുളിക്കും. എല്ലാം ഇറങ്ങി ഒരു ഉച്ച സമയങ്ങളാണ് അവരെല്ലാ കുളികളും കാര്യങ്ങളൊക്കെ. ആ വെള്ളം നിറച്ച് കൊടുക്കും, ഭക്ഷണം ഫുഡവിടെ വെച്ച് കൊടുക്കും. എല്ലാം മുട്ട ആയി പോയിട്ട് മുട്ട ഇട്ട് കുട്ടികളെ നമുക്ക് വിരിച്ച് തരുന്നവരും ഫുഡ് വിളമ്പുകയാണ്. പ്ലെയിൻ ഡക്കിനും താറാവിനൊക്കെ കൊടുക്കാനുള്ള അവരെ രാവിലത്തെ ഫുഡാണിത്. ഇത് രാവിലത്തെ ഒരു ഫുഡ് കൊടുത്താൽ പിന്നെ ഉച്ചയ്ക്ക് ഒരു കുറച്ചും കൂടി ഫുഡ് കൊടുക്കാം താറാവുകൾക്ക്. താറാവുകൾ എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് 2 പ്രാവശ്യം നല്ലോണം ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അവർ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എല്ലാവർക്കും ഫുഡ് വെച്ച് കൊടുത്തു. എല്ലാവരും ഫുഡ് കഴിക്കാണ്. കുളം ദിവസം കഴുകി വൃത്തിയാക്കണം. ഇന്ന് കുറച്ച് വലിപ്പം വൈകിട്ട് ഇന്ന് കുറച്ച് കഴുകി വൃത്തിയാക്കി വെള്ളം ഇട്ട് കൊടുക്കും. ഇതാണ് എൻ്റെ താറാവിൻ്റെ പ്ലെയിൻ ഡക്കിൻ്റെയും കൂസിൻ്റെ ഒക്കെ ഏരിയ. ഈ ഏരിയയിലാണ് ഇവരിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റിയ സ്ഥലമില്ല. ഇവിടെ അവരെ ഒരു കോമ്പൗണ്ടാണ്. താറാവിൻ്റെ കുളം കഴുകാൻ പോവാണ്. ഇത് 2 ദിവസം കൂടുമ്പോൾ കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ അവർ വെള്ളത്തിൽ ഇറങ്ങൂല, കുളിക്കൂല. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് അവർ പിന്നെ നല്ല കഴുകി വൃത്തിയാക്കിയാലേ അവർ ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ അവർ നമ്മളെപ്പോലെ തന്നെയാണ്, ആകാത്ത വെള്ളത്തിലൊന്നും അവർ ഇറങ്ങൂല. നല്ല ശുദ്ധ വെള്ളത്തിൽ അവർ ഇറങ്ങി കുളിക്കുള്ളൂ. അപ്പോൾ ആ വെള്ളം ഇപ്പോൾ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഈ മോട്ടറിന് പമ്പ് ചെയ്ത് വെള്ളം നിറച്ച് കൊടുക്കും. വെള്ളം ഒഴിവാക്കി ആ വെള്ളം തിരിച്ചു കൊടുത്താൽ എൻ്റെ വീട്ടിലെ എൻ്റെ പറമ്പിലോട്ട് പോകും. മഴ പെയ്യുമ്പോൾ പിന്നെ വാർപ്പ് പിന്നെ കോഴിയുടെ ഷെഡുമെന്ന് പറഞ്ഞ വെള്ളം ഇതിലേക്ക് ചാടാനുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കും. അപ്പോൾ അത് മഴ പെയ്യുമ്പോൾ ആ വെള്ളം അത് വരും. അപ്പോൾ നമ്മൾ കഴുകി കൊടുത്താൽ മതി. മഴ പെയ്യുമ്പോൾ തനിയെ നിറഞ്ഞോളും. മഴ ഇല്ലാത്തപ്പോഴേ നമ്മൾ നിറച്ച് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ആ വെള്ളം നമുക്ക് 2 ഉപയോഗമാണ്.
പിന്നെ മഴ പെയ്യുമ്പോൾ കുളം നിറയും. പിന്നെ വേസ്റ്റായി കഴിഞ്ഞാൽ പറമ്പിലോട്ട് തെങ്ങിന് ചോട്ടിട്ട് തിരിച്ചു വിട്ടയക്കും ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ട് പ്രയോജനമാണ് ഈ വെള്ളം കൊണ്ട് കിട്ടുന്നത്. മഴ പെയ്ത വെള്ളം കൊണ്ട് നമുക്ക് കോഴികളെ കുളിക്കാനുള്ള വെള്ളം ശേഖരിക്കാം. അത് കഴിഞ്ഞാൽ നമ്മളെ തെങ്ങ് നനക്കാൻ ഉപയോഗിക്കാം. അങ്ങനത്തെ സജ്ജീകരണമാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ട് കാര്യം, തെങ്ങിന് വെള്ളമായി, കോഴികൾക്ക് കുളിക്കാനുള്ള താറാവുകൾക്ക് കുളിക്കാനുള്ള വെള്ളമായി. വേസ്റ്റ് വെള്ളമൊക്കെ ഒഴിവാക്കി താറാവിൻ്റെ കൂടിൽ വാഴ പൂട്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് അടിക്കുക.